ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് സെൽ വാൾ ഡെഫിഷ്യന്റ് ഫോംസ് ഓഫ് ബാക്ടീരിയ. നമ്മൾ ബാക്ടീരിയയുടെ സെൽ വാളിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ട്, അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽ വാൾ ആയിരിക്കും. ദെൻ എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ബാക്ടീരിയക്ക് ഏതെങ്കിലും ബാക്ടീരിയക്ക് സെൽ വാൾ ഇല്ലാണ്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ദാറ്റ് ഈസ് സെൽ വാൾ ഡെഫിഷ്യന്റ് ഫോംസ് ഓഫ് ബാക്ടീരിയാസ്. ഇത് നമുക്ക് രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് നമ്മൾ നാച്ചുറലി ഒക്കറിംഗ് ഉണ്ട്, രണ്ടാമത്തെ എന്താണ് നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മൾ സിന്തസിസ് ചെയ്യുന്നതുകൊണ്ട്. നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽവാൾ സിന്തസിസ് എന്ത് ചെയ്യുമോ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സെൽവാൾ സിന്തസിസിന്റെ ഇൻഹിബിഷൻ നടക്കുക. ഏതെങ്കിലും എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ചില ആന്റിബയോട്ടിക്സ് സെൽവാൾ സിന്തസിസിങ് ഇൻഹിബിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സെൽവാളിന്റെ സിന്തസിസ് അവിടെ ബ്ലോക്ക് ചെയ്ത് പോകും. ദെൻ ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റിക് എൻസൈംസ് ദാറ്റ് ഈസ് ലൈസോസൈമിന്റെ ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് സബ്സ്റ്റൻസസ് വരുന്ന സമയത്ത് ബൈ യൂസിങ് ആന്റിബയോട്ടിക്സ് ആൻഡ് ബൈ യൂസിങ് ബാക്ടീരിയോഫേജസ് ആൻഡ് ബൈ യൂസിങ് ലൈസോസൈംസ്, ഇങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ഒക്കെ വെച്ച് നമ്മൾ ബാക്ടീരിയനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സെൽവാൾ അങ്ങ് ഇൻഹിബിറ്റ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഫോം ചെയ്യുന്ന ബാക്ടീരിയനെ നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് സെൽവാൾ ഡെഫിഷ്യന്റ് ഫോംസ് ഓഫ് ബാക്ടീരിയാസ്. ഓക്കെ, അതിന് നമുക്ക് രണ്ട് രീതിയിൽ വരാം. ഒന്ന് നാച്ചുറലി ഒക്കറിംഗ് ഉണ്ട്, രണ്ടാമത്തെ എന്താണ് ആർട്ടിഫിഷ്യലി സിന്തസിസിങ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്, ദാറ്റ് ഈസ് പാരന്റൽ ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. ഓക്കെ, ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് നമ്മൾ ലൈസോസൈം വെച്ച് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും പെൻസിലിൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ദെൻ അങ്ങനെയുള്ള സംഭവത്തിനാണ് നമ്മൾ ഒരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലാണ് ആണ് ഈ ഒരു കണ്ടീഷൻസ് നടക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ പുതിയതായിട്ട് ഫോം ചെയ്യുന്ന ബാക്ടീരിയനെ പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസ്റ്റ്. അതായത് if the parental bacteria are gram positive, when gram positive bacteria are treated with lysozyme or antibiotic or cell wall synthesizing inhibitors, the progenitor bacteria is formed devoid of cell wall, and this progenitor bacteria is known as protoplast. Okay, when this lysozyme act on a gram negative bacteria in the presence of a hypertonic solution, the newly formed progenitor bacteria is known as spiroplast. Okay, അതായത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയന് സെൽവാൾ ഡെഫിഷ്യന്റ് ഫോംസിനെ നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്നും ഗ്രാം നെഗറ്റീവിന്റെ സെൽവാൾ ഡെഫിഷ്യന്റ് ഫോംസിനെ നമ്മൾ സ്പിറോപ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ വരുന്നതാണ് ബാക്ടീരിയൽ എൽഫോം എന്ന് പറയുന്നു. അതായത് എന്ന് പറഞ്ഞാൽ എന്താണ് നാച്ചുറൽ ഒക്കറിംഗ് സെൽവാൾ ഡിവിഷൻ ഓഫ് ഫോംസ് ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്ന പേരാണ് എൽഫോംസ് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റിന്റെ സ്പിറോപ്ലാസ്റ്റിനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഇവിടെ എന്താണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. സെൽവാളിന്റെ പെപ്റ്റോഗ്ലൈക്കന്റെ സെൽ മെംബ്രെയിൻ ഉണ്ട്. ഒന്നെങ്കിൽ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, അവിടെ പെപ്റ്റോഗ്ലൈക്കന്റെ കംപ്ലീറ്റ് ലോസ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ടുകൂടി അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, സെൽ മെംബ്രെയിൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇതിനെ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നു. ഇനി അതേസമയത്ത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നോക്കുന്ന സമയത്ത് അവിടെ സെൽവാളുണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, പെപ്റ്റോഗ്ലൈക്കൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ദെൻ പെപ്റ്റോഗ്ലൈക്കൻ മാത്രമേ അവിടെ സെലക്റ്റീവ്ലി ലോസ് ചെയ്തു പോകുന്നുള്ളൂ. ദെൻ ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും അവിടെ വിറ്റ്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് നമ്മൾ സ്പിറോപ്ലാസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതും എന്താണ് പ്രോട്ടോപ്ലാസ്റ്റിന്റെ സ്പിറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം തന്നെയാണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണെങ്കിൽ പ്രോട്ടോപ്ലാസ്റ്റും പെപ്റ്റോഗ്ലൈക്കൻ കംപ്ലീറ്റ്ലി ലോസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. ദെൻ ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ പെപ്റ്റോഗ്ലൈക്കൻ ലോസ് ചെയ്ത് പോകുന്നു. പക്ഷേ സെൽവാളിന്റെ കമ്പോണൻസ് അവിടെ കുറച്ച് സംഭവങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഔട്ടർ മെംബ്രെയിൻ ഒക്കെ അവിടെ വിറ്റ്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ സ്പിറോപ്ലാസ്റ്റ് എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ ബാക്ടീരിയ ഡിവോയിഡ് ഓഫ് സെൽവാൾ അല്ലെങ്കിൽ ബാക്ടീരിയ വിത്തൗട്ട് സെൽവാൾ നമ്മൾ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മ, എൽഫോം, പ്രോട്ടോപ്ലാസ്റ്റ് ആൻഡ് സ്പിറോപ്ലാസ്റ്റ് എന്നുള്ള രീതിയിൽ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതിനെപ്പറ്റി ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നമുക്കറിയാം എന്താണ് ഈ ബാക്ടീരിയക്ക് അതിന്റെ ഷേപ്പും റിജിഡിറ്റിയും സ്ട്രക്ചറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, സെൽവാൾ ആണ്. നമ്മൾ സെൽവാൾ എടുക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ സെൽവാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ബാക്ടീരിയക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതിന് തോന്നിയ പോലെ ചിലപ്പോൾ എന്തൊക്കെയാണ് ട്യൂബുലേഷൻ കാണാം, ചിലപ്പോൾ വെസിക്കുലേഷൻ കാണാം, ചിലപ്പം ബ്ലബിംഗ് ആയിട്ടൊക്കെ കാണാം. അതായത് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഷേപ്പും സ്ട്രക്ചറും ഒന്നും ഉണ്ടാവത്തില്ല ബാക്ടീരിയക്ക് സെൽവാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ പ്രോട്ടോപ്ലാസ്റ്റ്. പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ നമ്മൾ കെമിക്കൽസ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സെൽവാൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നഷ്ടപ്പെട്ടു. അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, ഓൺലി ഇറ്റ് കണ്ടെയ്ൻസ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ മാത്രമേ ഉണ്ടാവും. ദാറ്റ് ഈസ് സെൽവാൾ കംപ്ലീറ്റ്ലി അങ്ങ് ലോസ് ചെയ്തു പോകുന്നു.
ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ ഈ ഒരു പ്രോട്ടോപ്ലാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അതായത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ട്രീറ്റിംഗ് ദ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വിത്ത് ലൈസോസൈം and this lysozyme selectively dissolve the cell wall. അതായത് എന്താണ്, നമ്മൾ ലൈസോസൈം വെച്ചിട്ട് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെലക്റ്റീവ്ലി എന്തിനു മാത്രം കട്ട് ചെയ്ത് പോകുന്നു, നമ്മുടെ സെൽ വാളിനെ മാത്രം കട്ട് ചെയ്ത് പോകുന്നു. ഇവിടെ ആക്ച്വൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസോസൈം നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ പഠിച്ചിട്ടുണ്ടല്ലോ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ അകത്തുള്ള അല്ലെ. ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ അകത്ത് എന്തുണ്ട്, നാഗും ഉണ്ട് നാമും ഉണ്ട് അല്ലെ. ഇൻ ബിറ്റ്വീൻ നാഗ് ആൻഡ് നാം എന്തുണ്ടായിരുന്നു, β14 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടായിരുന്നു. ഈ ലൈസോസൈം വന്നിട്ട് ഈ β14 ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ പോയിട്ട് ഇങ്ങനെ ക്ലീവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതോടുകൂടി അവിടെ പെപ്റ്റിഡോഗ്ലൈക്കന്റെ സിന്തസിസ് ബ്ലോക്ക് ചെയ്യുന്നു, സെൽ വാളിന്റെ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ പ്രോട്ടോപ്ലാസ്റ്റ് സിന്തസിസ് നടത്താം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ കൾച്ചറിംഗ് ദ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വിത്ത് പ്രസൻസ് ഓഫ് സെൽ വാൾ സിന്തസിസിങ് ഇൻഹിബിറ്റേഴ്സ്. എക്സാമ്പിൾ ഈസ് പെൻസിലിൻ. പെൻസിലിൻ എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക് എന്തായിരിക്കും, സെൽ വാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെയുള്ള പെൻസിലിനുമായിട്ട് നമ്മുടെ പാരന്റൽ ബാക്ടീരിയ ദാറ്റ് ഈസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു പ്രോട്ടോപ്ലാസ്റ്റ് നമുക്ക് കിട്ടും. ഈ പ്രോട്ടോപ്ലാസ്റ്റ് കുറെ കാര്യങ്ങളുണ്ട്. ദേ ആർ ഓസ്മോട്ടിക്കലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കാം, ദേ ആർ സോഫ്റ്റ് ഫ്രജൈൽ ആൻഡ് സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും. കാരണം എന്തില്ല, സെൽ വാള് അവിടെ ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് ഡിവോയിഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. കാരണം പെപ്റ്റിഡോഗ്ലൈക്കൻ ആര് വെച്ച് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പെൻസിലിൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് പെപ്റ്റിഡോഗ്ലൈക്കൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ β14 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആര് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും, നമ്മുടെ ലൈസോസൈം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ ഇസ് ദ സ്പിറോപ്ലാസ്റ്റ്. നമ്മുടെ സ്പിറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്, പാരന്റൽ ബാക്ടീരിയൽ ഫോം എന്താണ്, ഗ്രാം നെഗറ്റീവ് ആണ്. ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ പെപ്റ്റിഡോഗ്ലൈക്കൺ അങ്ങ് കൺവേർട്ട് ചെയ്ത് കളയും. ഓക്കെ, അതിന്റെ ഫലമായിട്ട് ഇതിന് ഡിവോയിഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ദേ ആർ ഓസ്മോട്ടിക്കലി പ്രൊട്ടക്റ്റഡ്, സോഫ്റ്റ് ഫ്രജൈൽ സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും. ഇത് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത്, അതായത് ഒന്നിങ്കിൽ നമ്മൾ ലൈസോസൈം വെച്ച് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെൻസിലിൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ സ്പിറോപ്ലാസ്റ്റിന്റെ പ്രിപ്പറേഷൻ വരുന്നത്. ഇതിന്റെ മെയിൻ ഡിഫറൻസസ് എന്താണ്, ഈ പ്രോട്ടോപ്ലാസ്റ്റും സ്പിറോപ്ലാസ്റ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രോട്ടോപ്ലാസ്റ്റിന്റെ കേസിൽ ഇതിന്റെ സർഫസിൽ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഡിവോയിഡ് ഓഫ് സെൽ വാൾ ആയിരിക്കും. സെൽ വാളിന്റെ ഒരു കമ്പോണൻസും നമ്മുടെ പ്രോട്ടോപ്ലാസ്റ്റ് കാണാൻ പറ്റത്തില്ല. അതേ സമയത്ത് നമ്മുടെ സ്പിറോപ്ലാസ്റ്റിൽ എന്തായിരിക്കും, അവിടെ സെൽ വാൾ കമ്പോണൻസിന്റെ അകത്തുള്ള ഔട്ടർ മെംബ്രെയിൻ അവിടെ ഉണ്ടാവും, ബാക്കിയുള്ള സബ്സ്റ്റൻസസ് പെപ്റ്റിഡോഗ്ലൈക്കൻ ഒന്നും ഉണ്ടാവത്തില്ല. അവിടെ എന്തുണ്ടാവാം, ഔട്ടർ മെംബ്രെയിൻ റിമെയിൻസ് ആയിരിക്കും. ഔട്ടർ മെംബ്രെയിൻ അവിടെ ഉണ്ടാവാം, ബാക്കിയുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാവത്തില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രോട്ടോപ്ലാസ്റ്റിന്റെ സ്പിറോപ്ലാസ്റ്റിന്റെ മെയിൻ ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റിന്റെ സിന്തസിസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ലൈസോസൈം നേരിട്ട് പോയിട്ട് എന്തിനെ അറ്റാക്ക് ചെയ്യുന്നു, പെപ്റ്റിഡോഗ്ലൈക്കൻ അറ്റാക്ക് ചെയ്യുന്നു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ. അതേ സമയത്ത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണെങ്കിൽ ലൈസോസൈമിന് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അലോങ് വിത്ത് നമ്മൾ എന്ത് കൂടി ആഡ് ചെയ്യണം, EDTA കൂടി സൊല്യൂഷൻ കൂടി ആഡ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പെപ്റ്റിഡോഗ്ലൈക്കനും ബാക്കിയുള്ള ലൈസോസൈമിന്റെ ആക്ടിവിറ്റി അവിടെ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലെ സ്പിറോപ്ലാസ്റ്റിന്റെ സിന്തസിസ് ആണ്. ഇവിടെ ബീറ്റലാറ്റം ആന്റിബയോട്ടിക്സ് ഓർ പെൻസിലിൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു, സെൽ വാൾ അങ്ങ് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ ഔട്ടർ മെംബ്രെയിൻ മാത്രം അവിടെ വിസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് സ്പിറോപ്ലാസ്റ്റിൽ. ഇവിടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്ത് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്, സെൽ ലൈസിസ് നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ പ്രോട്ടോപ്ലാസ്റ്റിനും സ്പിറോപ്ലാസ്റ്റിനും. പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൽ വാൾ കംപ്ലീറ്റ്ലി ലാക്കിംഗ് ഓഫ് സെൽ വാൾ ആയിരിക്കും. സ്പിറോപ്ലാസ്റ്റ് എന്തായിരിക്കും, ഇതിന്റെ ഔട്ടർ മെംബ്രെയിൻ അവിടെ നിൽക്കും. പെൻസിലിൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാരന്റൽ ബാക്ടീരിയ നമ്മൾ പെൻസിലിൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പ്രോട്ടോപ്ലാസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പ്രോട്ടോപ്ലാസ്റ്റ് എന്തായിരിക്കും, പ്രോട്ടോപ്ലാസ്റ്റ് നമ്മളെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, പ്രോട്ടോപ്ലാസ്റ്റിനകത്തേക്ക് നമ്മൾ നോർമൽ മീഡിയത്തിലേക്ക് ഇട്ട് വെക്കണം, അതായത് വാട്ടറിനകത്തേക്ക് ഇട്ട് വെക്കണം. എന്ത് സംഭവിക്കുന്നു, അവിടെ സെൽ ലൈസിസ് ഓൺ ദ സ്പോട്ട് തന്നെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കീമാറ്റിക്കുള്ള റെപ്രസെന്റേഷൻ ആണ്. ഇത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ സെൽ വാളും ഉണ്ട്, സെൽ മെംബ്രെയിനും വരുന്നുണ്ട്. ലൈസോസൈം വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ ദ ഹെൽപ്പ് ഓഫ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ സെൽ മെംബ്രെയിൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോട്ടോപ്ലാസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ സെൽ മെംബ്രെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് വേണമെങ്കിൽ നമുക്ക് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇട്ട് വെക്കും. ഇനി അതേ സമയത്ത് തന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നോക്കുന്ന സമയത്ത് അവിടെ സെൽ വാൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. നമ്മൾ ലൈസോസൈം അലോങ് വിത്ത് EDTA കൂടി വേണം. EDTA വെച്ച് ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ്റെ അകത്താണെങ്കിൽ അവിടെ സെൽ വാൾ അങ്ങ് എന്ത് ചെയ്യുന്നു, അങ്ങ്
കംപ്ലീറ്റ് ആയിട്ട് ലീക്ക് സെൽ വാൾ പാർഷ്യലി ലീക്ക് ചെയ്ത് പോകുന്നു. ദെൻ അവിടെ എന്ത് വിസ്റ്റാൻഡ് ചെയ്യുന്നു? ഔട്ടർ മെംബ്രെയിൻ അവിടെ വിസ്റ്റാൻഡ് ചെയ്യുന്നു, എല്ലാം വിത്ത് സെൽ മെംബ്രെയിൻ ഉണ്ടാകുന്നു. ദെൻ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ്റെ അകത്തേക്ക് മാറ്റിയിട്ട് അവിടെ ഇട്ട് വെക്കാൻ പറ്റും. Then L form, it is എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? It is a naturally cell wall division forms of bacteria ആണ്. They can be cultured from parental bacteria. That is, the parental bacteria may be gram positive ആയിരിക്കാം അല്ലെങ്കിൽ gram negative ആയിരിക്കാം. ഈ gram positive നിന്നും gram negative നിന്നും വരുന്ന naturally occurring cell wall division forms of bacteria എന്ന് പറയുന്ന പേരാണ് L forms. ഇത് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ കെലൻബർഗർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആയിരുന്നു. ഇൻ ദ കൾച്ചേഴ്സ് ഓഫ് സ്ട്രെപ്റ്റോബാസിലസ് മോളിനിഫോമിസ് എന്ന് പറഞ്ഞ ഓർഗാനിസത്തിനെ പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം എൽഫോംസിനെ ഈ ഒരു ലേഡി ഫസ്റ്റ് കാണുന്നത്. അറ്റ് ഫസ്റ്റ് എന്ത് ചെയ്തു? പുള്ളിക്കാരത്തി വിചാരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബാക്ടീരിയ ആയിരിക്കും ലിവിങ് ഇൻ അസോസിയേഷൻ വിത്ത് സ്ട്രെപ്റ്റോബാസിലസ് മോളിനിഫോമിസ് എന്നുള്ള രീതിയിൽ, അതായത് വേറെ ഏതെങ്കിലും ബാക്ടീരിയ ആയിരിക്കും ഈ സ്ട്രെപ്റ്റോബാസിലസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരത്തി ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ ഈ ഒരു നെയിം കൊടുക്കുന്നത് എൽ ഫോം എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് എൽ മീൻസ് ഇൻ ദ ഓണർ ഓഫ് ലിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ വിച്ച് ഷീ വാസ് വർക്കിംഗ്. പുള്ളിക്കാരത്തി വർക്ക് ചെയ്ത ലിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അതിന്റെ ഓണറുടെ ഒരു പേരിലാണ് എൽ ഫോം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ നിങ്ങളിപ്പോ മൈക്രോബയോളജി ഒക്കെ പഠിക്കുന്നുണ്ട്, ഇനി നിങ്ങളും ഇതേപോലത്തെ എന്തെങ്കിലും പുതിയ പുതിയ ഫോംസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ പേരൊക്കെ കൊടുക്കാം. സി ഫോം, ദാറ്റ് ഈസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന സെന്റർ ഫോർ LCHS എന്നുള്ള രീതിയിലാണെങ്കിൽ സി ഫോം എന്നുള്ളതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ദെൻ സിമിലർ ഫോംസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ദ ഈക്കോളെ, ഗോണോകോക്കെ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ഫ്ലൈബോബാക്ടീരിയം, ഫ്യൂസോബാക്ടീരിയം എക്സെട്ര. ഇത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ എൽഫോം ഫോർമേഷൻ മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ. അതായത് മ്യൂട്ടേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ, എന്തെങ്കിലും സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ വഴി സംഭവിക്കാം, അല്ലെങ്കിൽ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് സർട്ടൻ കെമിക്കൽസ് ആൻഡ് ട്രീറ്റ്മെന്റ് chemicals or treating the bacteria with the cell wall synthesizing inhibitor drugs like penicillin, or treating the cell wall with certain chemicals, that is lysozyme, which inhibit the cell wall synthesis. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് എൽഫോംസിന്റെ സിന്തസിസ് നടക്കുന്നത്. ഈ എൽഫോംസിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സം എൽഫോംസ് ആർ സ്റ്റേബിൾ ആൻഡ് സം അതേഴ്സ് ആർ അൺസ്റ്റേബിൾ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. രണ്ട് ഫോമിൽ വരുന്നുണ്ട്. ഇതിനകത്ത് അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എൽഫോമിൽ വരുന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും എന്ത് ചെയ്യാം? റിട്ടേൺ ടു പാരന്റൽ ബാക്ടീരിയൽ ഫോംസിലേക്ക് വേണമെങ്കിൽ വീണ്ടും റിട്ടേൺ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അൺസ്റ്റേബിളിന്റെ കേസിൽ വരുന്നത്. ആൻഡ് ദേ ഷോ സം റിസംബ്ലൻസ് വിത്ത് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽവാള ഇല്ലാത്ത ബാക്ടീരിയ ആണ്. ബട്ട് മൈക്കോപ്ലാസ്മ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും പാരന്റൽ ബാക്ടീരിയൽ ഫോംസിലേക്ക് ഒരിക്കലും റിവേർട്ട് ചെയ്ത് പോകത്തില്ല. ദെൻ ഈ എൽഫോംസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് patients with suffering with UTI, and they can also be cultured primary. നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രൈമറി ഐസൊലേഷൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് മീഡിയയിലായിരിക്കും. ആ സോളിഡ് മീഡിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ കോൺസെൻട്രേഷൻ ഓഫ് അഗാർ ആയിരിക്കണം, ദെൻ ഇനാക്ടിവേറ്റഡ് സിറം ഉണ്ടായിരിക്കണം, ദെൻ ഓസ്മോട്ടിക് സ്റ്റെബിലൈസേഴ്സ് സച്ച് ആസ് സുക്രോസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഉണ്ടായിരിക്കണം. ദെൻ അങ്ങനെ നമ്മൾ കൾച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കോളനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രൈഡ് എഗ് ലൈക്ക് അപ്പിയറൻസ് കോളനി ആയിരിക്കും, വിത്ത് ഡെൻസ് സെന്റർ ആയിരിക്കും. അതായത് നമ്മുടെ ബുൾസൈ പോലുള്ള ഒരു കോളനി ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. ദെൻ മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ the bacteria that lack cell wall around their cell membrane. എന്തുണ്ടാവില്ല, നമ്മൾ സെൽ വാൾ ഡിവിഷൻ ആയിട്ടിരുന്ന ബാക്ടീരിയ ആണ് മൈക്കോപ്ലാസ്മ. ഇതിനെ നിങ്ങൾ വേറൊരു പേരിൽ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് PPLO, ദാറ്റ് ഇസ് പ്ലൂറോ ന്യൂമോണിക് ലൈക്ക് ഓർഗാനിസം എന്നുള്ള രീതിയിലും നിങ്ങൾ പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടുണ്ടാവാം. ഇതിനെ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ കൾച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട പോലെ എൽഫോംസ് കണ്ട പോലെ തന്നെ എന്തായിരിക്കും, നമ്മുടെ ഫ്രൈഡ് എഗ് ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും കാണാൻ പറ്റുക. ഡെൻസ് സെന്റർ ആയിരിക്കും, അതായത് നമ്മുടെ ബുൾസൈ പോലുള്ള കോളനീസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫ്രൈഡ് എഗ് ലൈക്ക് അപ്പിയറൻസ് ആൻഡ് ഡെൻസ് സെന്റർ എന്നുള്ള രീതിയിൽ. ഇത്രയാണ് നമ്മുടെ സെൽ വാൾ ഡിവിഷന്റെ ഫോംസ് ഓഫ് ബാക്ടീരിയയിൽ വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.